അപ്പോൾ ഇതെവിടെയാണെന്നല്ലേ, ഹോസ്പിറ്റലാണ്. അപ്പോൾ ഒത്തിരി കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പോൾ എല്ലാം പറയാം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫസ്റ്റ് വന്നേക്കുന്നത് എൻ്റെ പല്ല് കാണിക്കാൻ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് അത് ടെമ്പററി ആയിട്ട് അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പെർമനൻ്റ് ആക്കാൻ 15 ദിവസം കഴിഞ്ഞ് വരാനാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിന് വേണ്ടി വന്നേക്കുവാണ് കേട്ടോ. അപ്പം ഇപ്പോഴത്തെ വീഡിയോ ഫുള്ള് ഹോസ്പിറ്റൽ കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പോൾ എല്ലാം പറയാം കേട്ടോ. പല്ലടയ്ക്കാൻ വേണ്ടി അകത്തോട്ട് കയറി. അപ്പോൾ ടുട്ടു ഭയങ്കര വഴക്കായിട്ട് എൻ്റെ കൂടെ കയറി. അപ്പോൾ അങ്ങനെ കയറി പല്ലൊക്കെ അടപ്പിച്ച് നമ്മൾ പോകുന്നു കേട്ടോ. പിന്നെ അടുത്തത് പോകുന്നത് ഇത് നമ്മുടെ സ്റ്റോണിന് ഹോസ്പിറ്റലിൽ കാണിക്കാനാണ് കേട്ടോ. സ്റ്റോണിന്ന് ഞാൻ പേര് മാറ്റിയതാണ്. അപ്പോൾ നമ്മൾ പോകുന്നവർക്കൊരു ചായയൊക്കെ കുടിച്ചപ്പോൾ ഞാൻ നാരങ്ങ ജ്യൂസാണ് കേട്ടോ വാങ്ങിയത്. അന്നേരത്തേക്കും ടുട്ടു ഉറങ്ങി. അപ്പം നമ്മളിപ്പോൾ വന്നേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടനെ കാണിക്കാനാണ്. കാണിക്കാൻ വെച്ചാൽ കാണിച്ചു. അപ്പോൾ അത് സ്കാനിങ്ങിന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടി വന്നേക്കായിരുന്നു. പുള്ളിക്കാരന് ലിവർ പ്രശ്നവും പിന്നെ കിഡ്നി സ്റ്റോണിൻ്റെ പ്രശ്നം കുറച്ചായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇച്ചിരി കൂടിയും തോന്നുന്നു. അപ്പം അന്ന് നമ്മൾ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു. അപ്പം കുറഞ്ഞെന്ന് വിചാരിച്ചാൽ പിന്നെ വെള്ളമൊക്കെ കുടിക്കുകയൊക്കെ ചെയ്തു നല്ലോണം ആയിട്ട് കുറഞ്ഞെന്ന് വിചാരിച്ചപ്പോൾ ഇന്നലെയൊക്കെ ഭയങ്കര വയറുവേദനയും പ്രശ്നമൊക്കെ ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എടുക്കാൻ ഞങ്ങൾ ഓൾറെഡി മരുന്ന് കഴിക്കാൻ വന്നേക്കാണ്. അപ്പം അന്ന് എനിക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴത്തെ ഇപ്പം ഞാൻ പോസ്റ്റ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ സ്കാനിങ്ങിന് വന്നേക്കുവാണ് നമ്മളെ. അപ്പം സ്കാനിങ് ഇവിടെയാണ് കിട്ടിയത്. നമുക്ക് ഈ ഹോസ്പിറ്റലിൽ നേരത്തെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ടുട്ടുവിനെ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ വരുന്നത്. അപ്പോൾ 5 മണിക്കാണ് നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. അപ്പോൾ രാവിലെ തന്നെ എൻ്റെ പല്ലെല്ലാം ഒന്നുകൊണ്ട് കാണിച്ച് പിന്നെ നമ്മളൊന്ന് വേളാങ്കണ്ണിക്ക് പോകാമെന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്തിരിക്കുമായിരുന്നു കേട്ടോ. മരവാണ് ഇങ്ങനെ വയ്യാണ്ടൊക്കെ ആയത്. അപ്പോൾ പോകാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ആ ടിക്കറ്റൊക്കെ ഒന്ന് ക്യാൻസൽ ചെയ്തു. അന്നേരം ടുട്ടുവിന് മുടിയൊക്കെ വല്ലാണ്ട് വളർന്നിട്ടുണ്ടായിരുന്നു, ടുട്ടുവിനും ജിത്തുവിനും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ടുട്ടുവിൻ്റെ ഹെയർ കട്ട് ചെയ്തു. ജിത്തുമോൻ അവിടെ കസിൻ്റെ വീട്ടിലായതുകൊണ്ട് പറ്റിയില്ല. പിന്നെ ഇതാണ് പഴയ സ്കാനിങ് റിപ്പോർട്ട്. അപ്പോൾ അവർ വരാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പം 5 മണിയെന്നാണ് പറഞ്ഞിരുന്നത്. ഇവിടുത്തെ റിപ്പോർട്ട് നോക്കിയതിന് ശേഷം വേണം എന്താ ചെയ്യാമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും അവർ വന്നു വിളിച്ചു കേട്ടോ. അകത്തോട്ട് പോയി. അപ്പം ഫോണൊന്നും അകത്താലോടല്ലോ. അപ്പം അങ്ങനെ സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. എന്നാ പറഞ്ഞ ചെറിയ ചെറിയ കല്ലുകളാണ്, പൊട്ടിക്കേണ്ട ആവശ്യമില്ല. യൂറോളജിസ്റ്റിനെ കണ്ടാൽ മതി. പിന്നെ വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? മറ്റേ ലിവറിൻ്റെ എന്നാ പറഞ്ഞത്? അത് പ്രശ്നമില്ല. സെക്കൻഡ് സ്റ്റേജ് ആണ്, എന്നാലും കുഴപ്പമില്ല. പിന്നെ എന്നാ യൂറിൻ പ്രശ്നം ഉണ്ടാവില്ല? യൂറിൻ്റെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല നിലവിൽ. ചെറിയ ചെറിയ കല്ലുകളാണ്. അത് ഒന്നും ബ്ലോക്ക് ആയിട്ടുണ്ടാകും ചെറിയ, അതിൻ്റെ പെയിൻ വരും. അപ്പോൾ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ കല്ലുകളല്ല, ചെറിയ ചെറിയ കല്ലുകളുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ വന്ന് താഴെ ഇങ്ങനെ അടിഞ്ഞ് നിന്നിട്ട് നീർവീക്കം വന്നിട്ടുണ്ട് കിഡ്നിക്ക്. അതുകൊണ്ടാണ് വേദന വരുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലിവറിൻ്റെത് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടെ തിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ന്യൂറോളജിസ്റ്റിനെ കാണാനാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ന്യൂറോളജിസ്റ്റിനെ കണ്ട് ട്രീറ്റ്മെൻറ്റ് വാങ്ങിയിട്ടും കുറയുന്നില്ല. പിന്നെ എന്നാൽ പച്ചമരുന്ന് കഴിച്ചാലെന്നൊരു പ്ലാനിങ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് വീട്ടിൽ പോയിട്ട് തീരുമാനിക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ നിന്ന് പോവുക. പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങണം വീട്ടിലേക്ക്. അത് കഴിഞ്ഞ് ജിത്തുമോനെ കൂട്ടണം. അങ്ങനെയൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുന്നു. അപ്പം നമ്മളിങ്ങനെ സാധനം വാങ്ങാൻ വേണ്ടി ഷോപ്പിൽ ചെന്നപ്പോൾ ഇതുകൊണ്ട് ആമ്പലിൽ അവർ വളർത്തിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ എന്തോ ഒരു ഐസ്ക്രീം പെട്ടിയോ അങ്ങനെ എന്തോ സംഭവത്തിനകത്ത് ഇതുണ്ട്, വളർന്നിട്ടുണ്ട്. നല്ല രസമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ചിത്തുവിനെ കൂട്ടണം. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ.
കേട്ടോ.